നമ്മുടെ എല്ലാവരും സ്വന്തം ബാദുഷാണ് എന്നോടൊപ്പം. ഇക്ക നമസ്കാരം. ആദ്യ ചോദ്യം തന്നെ, എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. എന്തെല്ലാമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഉണ്ണിമൂന്നിന്റെ മാനേജർ തന്നെ ഒരു മൊഴി കൊടുക്കുന്നു, ഉണ്ണിമൂന്നൻ മർദ്ദിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു. ബിബിൻ എന്ന് പറയുന്ന ഉണ്ണിമൂന്നൻ്റെ മാനേജർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നരിവേട്ടയെ പറ്റി പ്രശംസിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടതിൻ്റെ പ്രശ്നത്തിലാണ് ഉണ്ണിമൂന്നൻ ഇത് ചെയ്തതെന്ന് പുള്ളി കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൽ ഉണ്ണിമൂന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഉണ്ണിമൂന്നിനും ടൊവിനോയും തമ്മിൽ തെറ്റിക്കാനുള്ള കളികളാണെന്നും പറയുന്നുണ്ട്. അതിലെന്താണ്? ഈ മാനേജർ പലർക്കും ഒരു വെല്ലുവിളിയാണോ? ഞാൻ ഈ മാനേജർ പദവി അംഗീകരിക്കുന്നത്. ഉണ്ണിമൂന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു മർദ്ദിച്ചെന്ന് പറഞ്ഞിരുന്നോ? ബിബിൻ പറഞ്ഞു ഇങ്ങനെ എന്നെ മർദ്ദിച്ചു. ഇങ്ങനെ മർദ്ദിക്കുന്ന ഒരു സ്വഭാവക്കാരനാണോ ഉണ്ണിമൂന്ന്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സിലിലോഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. പേര് പോലെ തന്നെ ഈ മുഖവും മലയാളികൾക്ക് സുപരിചിതമാണ്. മലയാളികളുടെ എന്നും എക്കാലത്തെയും എപ്പോഴും നമ്മുടെ എല്ലാവരും സ്വന്തം ബാദുഷാണ് എന്നോടൊപ്പം. ഇക്ക നമസ്കാരം. നമസ്കാരം. ഇക്ക ഒത്തിരി സന്തോഷം കേട്ടോ. ആക്ടർ, പ്രൊഡ്യൂസർ, പ്രൊഡക്ഷൻ കൺട്രോളർ എല്ലാം ഈ മൂന്ന് മേഖലയിലും കയ്യൊപ്പ് തൻ്റേതായി പതിപ്പിച്ചു. ഇന്ന് ഒരുപാട് നടന്മാരുമായിട്ട് ബന്ധങ്ങളുണ്ട്. കാലക്രമേണ ഒരു പഴയകാല ചിത്രങ്ങൾ മുതൽ ഇന്ന് പുതിയ ചിത്രം വരെ എടുത്തു നോക്കിയാലും എന്തൊക്കെയാണ് സിനിമകളിൽ സംഭവിക്കുന്നതെന്നും മറ്റാരേക്കാളും ഇക്കയ്ക്ക് അറിയുകയും ചെയ്യാം. ആദ്യ ചോദ്യം തന്നെ, എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. എന്തെല്ലാമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ നടക്കേണ്ടതൊക്കെയാണോ നടക്കുന്നത്? അല്ല, ഒരുപാട് പ്രവർത്തനം, ഒരുപാട് ക്രൂര പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. സിനിമകളിൽ മാത്രമല്ല ഞാൻ സിനിമകൾ മാത്രമല്ല പറഞ്ഞു. ഇപ്പം എവിടെ നോക്കിയാലും അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, കുട്ടികളെ പീഡിപ്പിക്കുന്നു, മകളെ പീഡിപ്പിക്കുന്നു, പെങ്ങളെ പീഡിപ്പിക്കുന്നു. അങ്ങനെ എന്തെല്ലാമാണ് കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പത്രം തുറക്കാൻ തന്നെ ഒരു പേടിയല്ലേ ഇപ്പം? പത്രം തുറക്കണ്ടല്ലോ, നമ്മൾ മൊബൈൽ പണ്ടാണ് നമ്മൾ പത്രം തുറക്കേണ്ടത്. ഇപ്പോഴൊന്നും മൊബൈൽ എടുത്താൽ അതിനകത്ത് കാണുന്നത് എന്തൊക്കെ വാർത്തകളാണ്. പക്ഷെ എന്ത് വാർത്ത വന്നാലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് സിനിമയിലെ വാർത്തകളായിരിക്കും. ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല ഇതെല്ലാം സംഭവിക്കുന്നത്. അതെ. പക്ഷെ ആളുകളിലേക്ക് കൂടുതൽ തീവ്രമായിട്ട് ഇതെത്താനും അല്ലെ ആളുകൾ ഇതിനെ ഏറ്റെടുക്കാനുള്ള കാരണം ആ ഒരു ലേബൽ ഉള്ളത് കൊണ്ടാണ്. വാല്യൂ തീർച്ചയായിട്ടും. സിനിമ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ വേറെ എന്ത് എൻ്റർടൈൻമെൻറ്റാണ് ആൾക്കാർക്ക് ഉള്ളത്? അതെ, എല്ലാവർക്കും സിനിമയാണുള്ളത്. ഇപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മേഖല സിനിമയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന നല്ല വാർത്തകളേക്കാൾ കൂടുതൽ ആൾക്കാർ നെഗറ്റീവ് വാർത്തകളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇത് സിനിമാ മേഖലയിൽ നടക്കുന്നതിൻ്റെ ഇരട്ടിയാണ് മറ്റുള്ള മേഖലയിലെല്ലാം നടക്കുന്നത്. പക്ഷേ സിനിമാ മേഖലയാണ് ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ. അത് ജനങ്ങളുടെ ഉള്ളിൽ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മാധ്യമം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആയതുകൊണ്ട് അതാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. അപ്പോൾ അവിടെ എന്ത് നടന്നാലും അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരിട്ട് തന്നെ ചോദിക്കുവാണ്, ഇക്ക ഒരുപാട് നടന്മാർ ഇന്ന് വളരുന്നു, ഒരുപാട് നടന്മാരെ ആളുകൾ ഏറ്റെടുക്കുന്നു, അംഗീകരിക്കുന്നു. ഇപ്പം ഇന്നലെ നടന്ന സംഭവം ഉണ്ണിമുകുന്ദൻ, ആ ഉണ്ണിമൂന്നിൻ്റെ മാനേജർ തന്നെ ഒരു മൊഴി കൊടുക്കുന്നു, ഉണ്ണിമൂന്നൻ മർദ്ദിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷെ ഇന്നിപ്പം വന്നത് ആ മാനേജർ പറയുന്നു നരിവേട്ട എന്ന് പറയുന്ന ഇക്ക അഭിനയിച്ച എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമായിരുന്നു. ആ സിനിമയുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണോ? ഒരിക്കലുമില്ല. ഞാൻ ഈ ഇന്നലെ രാത്രി ഞാൻ ഒബ്രോം മറ്റേ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ സിനിമ രാത്രി 10:20 ഷോ കാണാൻ കയറിയപ്പോൾ ചുമ്മാ മൊബൈലിൽ എനിക്കൊരു മെസ്സേജ് വന്നതാണ്. റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു ന്യൂസ്. ഇത് ഞാനെടുത്ത് നരിവേട്ടയുടെ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോഴാണ് അവരിതറിയുന്നത്. അപ്പോൾ ഒരിക്കലും ആ സിനിമ വിജയിപ്പിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമല്ല ഇത്. നരിവേട്ടയുമായിട്ട് ബന്ധമില്ല, യാതൊരു ബന്ധമില്ല. ബിബിൻ എന്ന് പറയുന്ന ഉണ്ണിമൂന്നൻ്റെ മാനേജർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നരിവേട്ടയെ പറ്റി പ്രശംസിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടതിൻ്റെ പ്രശ്നത്തിലാണ് ഉണ്ണിമൂന്നൻ ഇത് ചെയ്തതെന്ന് പുള്ളി കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആര്? ബിബിൻ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ബിബിൻ പറയുകയുണ്ടായി നരിവേട്ടയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് മർദ്ദിച്ചെന്ന്. അല്ല, അങ്ങനെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. നരിവേട്ടനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഉണ്ണി മർദ്ദിച്ചതെന്ന് പുള്ളി പറഞ്ഞിരിക്കുന്നു.
അതെന്തർത്ഥത്തിലാണെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാകും. ഉണ്ണിക്ക് മർദ്ദിക്കേണ്ട അവരുടെ ആവശ്യം ഇന്റേണൽ പ്രോബ്ലംസ് ഇനി ഇതിനകത്ത് എന്ത് ചെയ്യും, 5-6 വർഷമായിട്ട് കൂടെ നിൽക്കുന്ന ആളാണെന്ന് ബിബിൻ തന്നെ പറയുന്നു. ഇവരുടെ ഇടയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയില്ല. അതെ. ഇന്ന് ഉണ്ണി മൂന്നൻ അതിന് കുറേ മറുപടികൾ ഇന്ന് ഉണ്ണി മൂന്നൻ കൊടുത്തിട്ടുണ്ട്. ബിബിനുമായിട്ടുള്ള പല പ്രശ്നങ്ങളും പുള്ളി പറയുന്നു, ബിബിന് ഉണ്ണിയോടുള്ള പ്രശ്നങ്ങൾ ബിബിൻ പറയുന്നു. ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? ഇവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതൊരു കുടുംബമല്ലേ? പിന്നെ ഇവരെല്ലാം ഒന്നിച്ച് നിൽക്കുന്ന, എത്ര വർഷമായിട്ട് ഒന്നിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനൊരു വിവാദത്തിലോട്ട് പോകേണ്ട കാര്യമില്ല. ഇതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളെ എപ്പോഴും ഉള്ളൂ. പക്ഷെ അതൊരു വിവാദമാക്കി ഇപ്പം മാറിയേക്കുക. അതിൽ ഉണ്ണിമൂന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഉണ്ണിമൂന്നിനും ടൊവിനോയും തമ്മിൽ തെറ്റിക്കാനുള്ള കളികളാണെന്നും പറയുന്നുണ്ട്. അതിലെന്താണ് ഇക്കയ്ക്ക് പറയുന്നത്? ഒരു നടനെ മറ്റൊരു നടനെ തമ്മിൽ തെറ്റിക്കാൻ ഇവിടെ അങ്ങനെയൊക്കെ നടക്കുമോ? അതെ, അതൊക്കെ വെറുതെ പറയുന്നതാണ്. അതൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് അവരെടുത്തിട്ടിരിക്കുന്നതാണ്. ഇപ്പം തെറ്റിക്കേണ്ട കാര്യങ്ങൾ അവർ ഇപ്പോൾ ഉണ്ണിമൂന്നനായിട്ട് പോകുന്നു, ടൊവിനോ ആയിട്ട് പോകുന്നു. ഇവർ തമ്മിൽ തെറ്റിക്കാൻ, ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ബിസിനസ് ബന്ധമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവരെ തെറ്റിക്കാൻ നോക്കും. അവർ രണ്ടുപേരും ഒരു പ്രൊഫഷണൽ, ഒരു സ്റ്റാൻഡത്തിൽ ഒരാൾ പോകുന്നു, മറ്റേയാളുടെ സ്റ്റാൻഡത്തിൽ പോകുന്നു. ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ചോദിക്കുക, ഈ നടന്മാരെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടാണോ? അങ്ങനെ പാടൊന്നുമില്ല. നമ്മൾ കറക്റ്റ് കാര്യങ്ങളാണ് അവരുമായിട്ട് കൈകാര്യം ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ മുമ്പ് കൊണ്ടുപോകാനായിട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ ഇഷ്യൂ നടന്ന സമയത്ത് ഒരുപാട് കമൻറ്റുകൾ വന്നു. ആ കമൻറ്റുകളിൽ 1, 2, 3 ആളുകൾ വീണ്ടും ആവർത്തിക്കുന്നൊരു കാര്യം, ഈ മാനേജർ വിപിൻ ഉണ്ണിമൂന്നിൻ്റെ കൂടെ വർഷങ്ങളായിട്ട് മാനേജറായിട്ട് നിൽക്കുന്നു. പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായത്, ഒരു നടനെ, ഒരു സംവിധായകനെ കാണണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനൊന്ന് കാണണമെങ്കിൽ മാനേജരാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പം ആക്ടറും പ്രൊഡ്യൂസറുമായ ഇക്കയോട് ഞാൻ ചോദിക്കുക, ഈ മാനേജർ പലർക്കും ഒരു വെല്ലുവിളിയാണോ? ഞാൻ ഈ മാനേജർ പദവി അംഗീകരിക്കാത്ത ഒരാളാണ്. അംഗീകരിക്കത്തില്ല. ഞാൻ എന്താവശ്യം ഉണ്ടെങ്കിലും എല്ലാ ആളുകളെയും നേരിട്ട് ഞാൻ വിളിക്കാം. പക്ഷേ ഇക്കയ്ക്കുള്ള ബന്ധം മറ്റൊരാൾക്കില്ലല്ലോ. അല്ലാതെ അങ്ങനെ ഉണ്ടാക്കണം. മറ്റൊരാൾക്കൊരു ആവശ്യം എന്നാൽ നേരിട്ട് വിളിക്കാൻ പറയണം. നേരിട്ട് വിളിക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ അവർ ഫോൺ എടുത്താൽ അവരോട് നിങ്ങൾ മാനേജറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറയും, പരിചയമില്ലാത്ത ആളാകും. അപ്പോൾ തീർച്ചയായിട്ടും പറയും ഞങ്ങൾക്ക് മാനേജറുമായിട്ടുള്ള സാറുമായിട്ടാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നേരിട്ട് പോയി കാണുക. ഞാൻ ഇതിനു മുമ്പ് മാനേജർമാരെ അംഗീകരിക്കാത്ത ആളാണ്. എന്നെപ്പറ്റി പലരും പറഞ്ഞിട്ട് ഞാൻ പല ആർട്ടിസ്റ്റുകളുടെ മാനേജറാണെന്നും പറഞ്ഞൊരു കാലത്ത് അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒരാളുടെ മാനേജറായിട്ട് വർക്ക് ചെയ്തു. അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാൻ മാനേജറായിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജോജുവിൻ്റെ മാനേജറാണ് എന്ന് പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. ഹരീഷ് കണാറിൻ്റെ കൂടെ മാനേജറായിട്ട് നിൽക്കുന്നത്, മറ്റേ ധർമ്മജൻ്റെ മാനേജർ, സലീം കുമാറിൻ്റെ മാനേജർ, ഇങ്ങനെ ഒരു പദവി ഒരു സമയത്ത് എനിക്ക് എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പം അവരിലോട്ട് എത്താൻ ഒരു എളുപ്പ വഴി ഞാനായതുകൊണ്ട് എല്ലാവരും എന്നെ വിളിച്ചിട്ട് അവരിലോട്ട് എത്തിക്കൊണ്ടിരുന്നപ്പോൾ അവരെന്നെ ഒരു മാനേജറായിട്ട് കണ്ടതാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്തും ഇന്ന് വരെ ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ച് സംസാരിക്കണമെങ്കിൽ പോലും ഞാൻ നേരിട്ട് വിളിച്ച് സംസാരിക്കും. മാനേജർ ആവശ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ചില ഘട്ടങ്ങളിൽ അവർ പറയും അതൊക്കെ ഒന്ന് പുള്ളിയായിട്ട് കൂടി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഡേറ്റിൻ്റെ കാര്യങ്ങളോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് പുള്ളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ ഞാൻ ഡേറ്റിൻ്റെ കാര്യമൊക്കെ അവരുമായിട്ടായിരിക്കും. ഒരു നടനില്ലാത്ത ജാട മാനേജറുകൾക്കുണ്ടോ? ചില ആൾക്കാർക്കുണ്ട്. അങ്ങനെ എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ? നേരിട്ട് പേഴ്സണൽ പ്രശ്നങ്ങൾ എൻ്റെ നേരെ വന്നാൽ ഞാനത് അപ്പം തന്നെ എതിർത്ത് കളയും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ അനുഭവങ്ങൾ ചില ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞാൻ പുല്ലുപോലെ കണ്ടിട്ടുള്ളൂ. അതൊരു ധൈര്യം ഇവിടുന്ന, എന്നാലും ചിലതൊക്കെ പേടിക്കണ്ടേ? എന്തിനാ പേടിക്കണേ? ഇവരൊക്കെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ഈ പേടിയാണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഈ വിപിനെ പേഴ്സണലി അറിയാം, അല്ലെ ഉണ്ണിമൂന്നിനെ പേഴ്സണലി അറിയാവും? ഉണ്ണിമൂന്നനെയും പേഴ്സണലി അറിയാം, ബിബിനെയും പേഴ്സണലി അറിയാം. ഇവർ തമ്മിൽ ഒന്നിക്കുന്നതിന് മുമ്പ് ഇവർ രണ്ടുപേരെ എനിക്ക് 2 തലത്തിൽ അറിയാം. ബിബിനെ എനിക്ക് അറിയാവുന്നത്, ബിബിനെ ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുന്നത് പൃഥ്വിരാജിൻ്റെ പേജ്, അദ്ദേഹത്തിൻ്റെ പേജ് ഹാൻഡിൽ ചെയ്യുന്നത് ബിബിനാണ്. ആ വഴിയാണ് ഞാൻ ആദ്യമായിട്ട് ബിബിനെ പരിചയപ്പെടുന്നത്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷങ്ങളായിട്ടുണ്ട് ബിബിനെ ഞാൻ പരിചയപ്പെട്ടു. ആ സമയത്ത് ബിബിൻ പൃഥ്വിരാജിൻ്റെ പേജ്, പിന്നെ ടൊവിനോയുടെ പേജ്, ഇന്ദ്രജിത്തിൻ്റെ പേജ്, പിന്നെ കുറേ ആർട്ടിസ്റ്റുകളുടെ പേജുകൾ ചെയ്യുന്നത് ബിബിനാണ്. അതിനുശേഷമാണ് ഉണ്ണിയുടെ പേജ് ഉണ്ണി നോക്കുന്നത് എനിക്കറിയാം. ഉണ്ണിമൂന്നന ആദ്യ സിനിമ ബാങ്കോക്ക് സമ്മർ എന്ന് പറഞ്ഞ പടം, പ്രമോദ് പപ്പൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഞാനാണ്. അന്ന് മുതൽ എനിക്ക് ഉണ്ണിമൂന്നൻ അറിയാം. ഉണ്ണിമൂന്നൻ സെക്കൻഡ് പടം ക്യാരക്ടർ റോൾ ചെയ്യുന്നത് ബോംബെ മാർച്ച് 12 മമ്മൂക്കയുടെ. ആ സിനിമയുടെ പ്രൊഡക്ഷനിൽ ഞാനുണ്ട്. അന്ന് മുതലുള്ള ബന്ധമാണ് എനിക്ക് ഉണ്ണിയായിട്ടുള്ളത്. ഇവർ രണ്ടുപേരും പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. പേഴ്സണലി വിളിച്ചിരുന്നു ഈ ഒരു ഇഷ്യൂ നടന്നു? ഞാൻ ഇന്നലെ രാത്രി തന്നെ 2 പേരെ വിളിച്ചിരുന്നു. ബിബിനെ വിളിച്ചു സംസാരിച്ചു. ഉണ്ണീനെ വിളിച്ചു, ഉണ്ണി ഫോൺ എടുത്തില്ല. ബിബിനെ വിളിച്ച് സംസാരിച്ചു. ഇക്ക പൊതുവേ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പരസ്പരം പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക. എന്തിനാണ് ഈ ആൾക്കാരുടെ ഇടയിലോട്ട് കൊണ്ടുപോകുന്നത്? ഇവർക്ക് വിഷയങ്ങളുണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്.
പത്രമാധ്യമങ്ങളുടെ മുമ്പിലോട്ടോ ഒരു കേസിലോട്ടോ പോണതിന് മുമ്പ് നമുക്കൊരുപാട് അസോസിയേഷനും കാര്യമൊക്കെ ഉള്ളതല്ലേ. ആദ്യം അവിടെ വെച്ച് തീർക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും, നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, ഇതൊന്നും പറഞ്ഞ് തീർക്കണമെന്ന് പറഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. പക്ഷെ വേറൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, സിനിമയിൽ ശാശ്വതമായ പിണക്കം ആർക്കും ആരോടും ഇല്ല. എന്നൊക്കെ ആരൊക്കെയായിട്ട് എന്തൊക്കെ വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് തീർന്നു പോയിട്ടേ ഉള്ളൂ. പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും എൻ്റെ അനുഭവങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട്. പല വിഷയങ്ങൾ, ഇതിലും വലിയ വിഷയങ്ങൾ ഉണ്ടായ ആൾക്കാർ തമ്മിൽ പിന്നീട് കൂട്ടാവുന്നതല്ല ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിനപ്പുറം ഇഷ്യൂ നടന്നിട്ടും ബാദുഷ കുലുങ്ങിയിട്ടില്ല. ഇല്ല. അതെന്താ കുലുങ്ങാത്ത കാരണം? അതിൻ്റെ ആവശ്യം എന്താ? ഈ ഉണ്ണിമൂന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു മർദ്ദിച്ചെന്ന് പറഞ്ഞിരുന്നോ? ബിബിൻ പറഞ്ഞു ഇങ്ങനെ എന്നെ മർദ്ദിച്ചു, പുള്ളിയുടെ ഫ്ലാറ്റിലോട്ട് വിളിച്ചു വരുത്തി, മറ്റേ ബേസ്മെൻറ്റിലോട്ട് ഉണ്ണി ഇറങ്ങി വന്നു, എൻ്റെ നേരെ അസഭ്യം പറഞ്ഞു, എന്നെ മർദ്ദിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഓടിക്കളഞ്ഞു. ഇങ്ങനെ മർദ്ദിക്കുന്നൊരു സ്വഭാവക്കാരനാണോ ഉണ്ണിമൂന്തൻ? അത് എൻ്റെ അനുഭവത്തിൽ എനിക്കില്ല. പക്ഷെ ഒന്ന് രണ്ട് സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കിവിടെ മൊത്തത്തിൽ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്കങ്ങനെ ഒരു അനുഭവം അയാളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. നമ്മളെപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും, നമ്മളുമായിട്ട് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. ഒരിക്കലും അങ്ങനെ ഒരു വിഷയത്തിലോട്ടൊന്നും എൻ്റെ അനുഭവത്തിൽ എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല. ഇക്കയുടെ പ്രൊഡ്യൂസർ ജീവിതം എന്തായിരുന്നു? പ്രൊഡ്യൂസർ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മുമ്പോട്ട് വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു പ്രൊഡക്ഷൻ പാർട്ട്ണറാകുന്ന സിനിമയാണ് നിഴൽ. നിഴൽ. അതെൻ്റെ ഒരു സുഹൃത്ത്, കൊല്ലത്തുള്ള അബി എന്ന് പറയുന്ന സുഹൃത്ത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാനും കൂടി കൊണ്ടുവന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തപ്പോൾ ആൻഡോ ചെന്നൈയും കൂട്ടി അങ്ങനെ 3 കമ്പനികൾ ചേർന്നിട്ടാണ് പടം ചെയ്തത്. അതാണ് എൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ അനുഭവം. ശരിക്കും പ്രൊഡ്യൂസർ ആകുന്നത് ഞാൻ ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത്. ഞാൻ ഈ ഇൻഡസ്ട്രിയിലോട്ട് കിടക്കുന്നത് ഒരു ഡോക്യുമെൻ്ററി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. വർഷങ്ങൾക്ക് മുമ്പ്, 25 വർഷത്തിന് മുമ്പാണ്. കിഴക്കിൻ്റെ വെനീസ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് കാലെടുത്ത് വെക്കുന്നത്. അതാണ് ആദ്യത്തെ പ്രൊഡക്ഷൻ. പിന്നെ നിഴലുകളാണ് എൻ്റെ സിനിമ ആദ്യത്തെ പ്രൊഡക്ഷൻ. നിഴലുകൾ കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് വെടിക്കെട്ട്. ഞാനും എൻ്റെ ഫ്രണ്ട് ഷിനോയ് എന്ന് പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും കൂടി ബാദുഷാ സിനിമാസ് എന്നൊരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനിയിൽ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് വെടിക്കെട്ട്. അതെനിക്ക് മാനസികമായിട്ട് തൃപ്തി തന്ന പടമാണ്. പക്ഷെ എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ നഷ്ടങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് വോയിസ് ഓഫ് സത്യനാഥൻ. അതും സാമ്പത്തികമായിട്ട് എനിക്കൊരു പ്രോഫിറ്റ് എന്ന് പറയാനുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നിർമ്മാണ അനുഭവങ്ങൾ ഞാനൊരു പ്രോഫിറ്റബിൾ അല്ല, ബാക്കി എല്ലായിടത്തും ഞാൻ പ്രോഫിറ്റബിളാണ്. അതെ, ജനങ്ങളുടെ മുന്നിലും പ്രോഫിറ്റ് ഉള്ള വ്യക്തിയാണ്. തീർച്ചയായിട്ടും. ഈ നഷ്ടങ്ങളൊക്കെ സിനിമ ചെയ്തുണ്ടാകുമ്പോൾ വേദനയില്ലേ? വേദനിക്കേണ്ട കാര്യമല്ല. ഞാനൊന്നും ഈ ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാനിവിടെ വന്ന് ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ഇൻഡസ്ട്രിയിൽ മലയാള സിനിമയിൽ വരുന്നതിന് മുന്നുള്ള ബാദുഷയും വന്നതിന് ശേഷമുള്ള ബാദുഷയുള്ള വ്യത്യാസം എന്താണ്? ഞാൻ നോക്കിയിട്ട് വലിയ വ്യത്യാസങ്ങളുമില്ല. മലയാള സിനിമയിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു, അതിന് ശേഷവും സിനിമയിൽ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ സിനിമയിൽ വരുമ്പോൾ പല ബിസിനസ്സുകൾ നടത്തി എനിക്ക് നഷ്ടം വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ ചെറുപ്പം മുതൽ ഒരു സിനിമാ മോഹവുമായിട്ട് വളർന്നു വന്ന ആളാണ്. എൻ്റെ നാടെന്ന് പറയുന്ന അരൂർ ചന്ദ്രൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതൊരു എൻ്റെ ഫാദറിനൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, ചന്ദ്രൂർ സെലക്ട് എന്ന് പറഞ്ഞ തിയേറ്റർ. ആ തിയേറ്ററിൽ സിനിമകൾ കണ്ട് സിനിമാ മോഹം ഒത്തിരുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ സിനിമ ഭ്രാന്ത് എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ഏറ്റവും ഇളയവനാണ്. ബാക്കിയുള്ളവർക്കൊക്കെ സിനിമ ഇഷ്ടമാണ്. അവരെല്ലാവരുടെ തൊഴിൽ മേഖലയുമായിട്ട് അവരങ്ങ് പോകും. ഈ സിനിമ ഭ്രാന്ത് തുടങ്ങിയപ്പോഴാണ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്ത്, ക്ലാസ്മേറ്റ് ഷിജു അരൂർ എന്ന് പറയുന്ന, ഇപ്പം സീരിയലിലെ നമ്പർ 1 ഡയറക്ടർ. അതെ. ഇപ്പം ഷിജുവും ഞാനും ഒരേ മൈൻഡാണ്. രണ്ടുപേരുടെ ലക്ഷ്യം സിനിമയാണ്, പഠിച്ചുകൊണ്ടിരിക്കും. അവിടെ നിന്ന് ഞങ്ങൾ തുടങ്ങിയതാണ് സിനിമയിലോട്ടുള്ള ഒരു യാത്ര. അവിടെ നിന്ന് ആ ബന്ധം ഭയങ്കര സൗഹൃദമായിരുന്നു. സമയത്ത് എനിക്കൊരു റേഷൻ കടയുണ്ട്. എൻ്റെ ഫാദർ നടത്തിയിരുന്ന റേഷൻ കട എന്നെ ഏൽപ്പിച്ചിട്ടാണ്. ആ റേഷൻ കടയും ഞാൻ നടത്തുന്നുണ്ട്. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ റേഷൻ കട നടത്തും. ഇവനും വന്ന് എപ്പോഴും എൻ്റെ അടുത്തിരിക്കും. 2 മനസ്സിലെ സിനിമയാണ്. അവിടെ നിന്ന് അങ്ങനെ അവൻ പതുക്കെ ടെലിഫിലിം ആ ഒരു മേഖലയിലോട്ട് അവൻ ആദ്യം കടന്നുപോയി. അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പോയി. അവിടെ ഉണ്ടായിരുന്ന കുറേ സൗഹൃദങ്ങൾ, ഇപ്പോൾ കുട്ടനാലപ്പുഴ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ടുള്ള അവരുടെ സൗഹൃദം, അതിലോട്ട് ഞാനും ചെന്നുപെടുകയും ഞങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് ആ ഡോക്യുമെൻ്ററിയിലോട്ട് ആദ്യമായിട്ട് ഇറങ്ങുന്നത്.
അവിടെ നിന്ന് പിന്നെ അന്നൊക്കെ ഈ ഷോർട്ട് ഫിലിമില്ല, അന്നൊക്കെ ടെലിഫിലിം, ആൽബം, അതെ. ഇതൊക്കെ അന്ന് ഭയങ്കര ഫേമസാണ്. അന്ന് യൂട്യൂബൊന്നുമില്ല, അത് ദൂരദർശനിലൊക്കെ കൊടുത്തിട്ട് വേണം ഈ കാശ് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ. അങ്ങനെയുള്ള പ്രോഗ്രാമെല്ലാം ചെയ്ത് അവിടെ നിന്ന് പതുക്കെ സീരിയൽ മേഖലയിലോട്ട് കിടന്നു. സീരിയൽ മേഖലയിലോട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ കെ ഹരിദാസ് എന്ന് പറയുന്ന ഡയറക്ടറെ പരിചയപ്പെടുന്നത്. അതിവിടെ മെട്രോ സ്റ്റുഡിയോ, എറണാകുളം മെട്രോ സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ഡബ്ബിങ് പരിപാടിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ സീരിയലിൻ്റെ പരിപാടിയായിട്ട് അവിടെ ഉണ്ട്. അവിടെ വെച്ചുള്ളൊരു സൗഹൃദമാണ് ഞാൻ സിനിമയിലോട്ട് കാലെടുത്ത് വെക്കാനുള്ള ഒരു. അപ്പോൾ ആ സമയങ്ങളിലും എൻ്റെ മൈൻഡ് എന്തായിരുന്നു, ഞാൻ എങ്ങനെയായിരുന്നോ ജീവിച്ചത്, അതിനുശേഷം സിനിമയിൽ വന്നപ്പോഴും ഞാൻ അതുപോലെയൊക്കെ തന്നെ. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അല്ല, മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കുറച്ച് നാൾ ഞാൻ സിനിമയിൽ വന്നിട്ട് കുറച്ച് നാൾ ഞാൻ വീണ്ടും വിട്ടു നിന്നു, ബിസിനസ്സുകളൊക്കെ ആയിട്ട് പോയി. അവിടെ വീണ്ടും എനിക്ക് ബിസിനസ്സൊക്കെ പരാജയങ്ങൾ സംഭവിച്ച് ഞാൻ വീണ്ടും സിനിമയിലോട്ട് തിരിച്ചു വന്നു. പിന്നെ ഞാൻ സിനിമ സീരിയസ് ആയിട്ട് എടുക്കുകയും പിന്നെ ഈ കെ ഹരിദാസ് വഴി ഞാൻ ഹസീബ് ഹനീഫ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറെ പരിചയം. അദ്ദേഹത്തിൻ്റെ മാണിക്യൻ എന്ന് പറഞ്ഞ കലാഭവൻ മണിച്ചേട്ടൻ അഭിനയിച്ച് കെ ഹരിദാസ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ പരിപാടികൾ നടക്കുമ്പോൾ അവിടെ മുതലാണ് എന്നെ ഹരിദാസ് ഏട്ടനാണ് ഹസീബിനെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഹസീബുമായിട്ടുള്ള പരിചയമാണ് ഞാൻ വർഗം എന്ന് പറഞ്ഞ സിനിമയിലെത്തുന്നത്. വർഗം സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഒരു കുറേ നാളങ്ങനെയൊന്നുമില്ല. കുറേ ഈ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വന്നെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു എപ്പോഴും ഒരേ സ്വഭാവം തന്നെയാണ്. എനിക്ക് ആരോടും ഈഗോയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളായെന്നും പറഞ്ഞിട്ട് അടുത്ത സിനിമ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വിളിച്ചിട്ട് ഞാൻ പോയി വർക്ക് ചെയ്യും. പക്ഷേ തിരിച്ച് ശത്രുക്കളുടെ എണ്ണം കൂടുതലല്ലേ? അതുണ്ടാവും, ആർക്കില്ലാത്തത്. ഇന്നുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ. നിങ്ങൾക്ക് എന്തോ ഒരു ശത്രുക്കളാണ്. അയ്യോ, അതേ ഈ മേഖലയിൽ അതുണ്ടാവും. അങ്ങനെ ഞാൻ വർഗം കഴിഞ്ഞു. പിന്നെ ഒരുപാട് സിനിമകൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തു, പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ വന്നിട്ടാണ് ഞാൻ ഇവിടത്തോളം എത്തിയത്. നമ്മുടെ കയ്യിൽ 100 രൂപ കിട്ടിയാൽ ഒരു 10 രൂപ ആരെങ്കിലും സഹായിക്കുക എന്നുള്ളൊരു രീതി ചെറുപ്പം മുതലേ ഉള്ളതാണ്. നമ്മളതിപ്പോഴും തുടരുന്നുണ്ട്. ഒരു മനസ്സ് ഇന്നുകൊണ്ട് നമ്മൾ സിനിമയിൽ വന്നു. ഞാൻ സിനിമയിൽ നിന്ന് കാശുകൾ ഉണ്ടാക്കി എനിക്ക് സിനിമയിൽ തന്നെ ഇപ്പോൾ നഷ്ടം സംഭവിച്ചിരിക്കുന്ന ഒരവസ്ഥ. എന്നാൽ ആദ്യമായിട്ടുള്ള ഒരു മനുഷ്യൻ ഇൻ്റർവ്യൂ വന്നിട്ട് സ്വന്തമായിട്ട് പറ്റിയ പരാജയങ്ങൾ ഇത്രയും തുറന്നു പറയുന്നത് കേട്ടോ, പുഞ്ചിരിയോടെ. അത് നമുക്കിതെല്ലാം ദൈവം തരുന്നതാണ്. വിജയം തന്നു, ഇവിടെ വന്നിട്ട് ഞാൻ വലിയ വിജയങ്ങൾ നേടി, അവസാനം ചെറിയ പരാജയങ്ങൾ സംഭവിച്ചു. പക്ഷെ ഇനിയും ഞാൻ ഈ മേഖലയിൽ തന്നെ നിൽക്കും. എനിക്കെന്ത് നഷ്ടം വന്നിട്ടുണ്ടോ അതെനിക്ക് ഈ മേഖല തന്നെ തരുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വാസത്തോടുകൂടി പോകുന്നൊരു വ്യക്തിയാണ്. എന്നെ ഒരിക്കലും സിനിമ ചതിക്കില്ല. ഈ സിനിമയിൽ നിന്ന് തന്നെ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ തീർക്കും. ഈ സിനിമയിലെ പ്രശ്നം തീർക്കുമെന്ന് പറയുമ്പം പോലും സിനിമയുടെ ആളുകൾക്കിടയിൽ തന്നെ തമ്മിത്തല്ലുണ്ടോ? 100% ഉണ്ട്. അത് ബാദുഷ് എന്ന പ്രൊഡ്യൂസർ വിചാരിച്ചാൽ മാറ്റാൻ പറ്റത്തില്ല. അല്ല, മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ, നമുക്ക് അറിവുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റാൻ ശ്രമിക്കാറുണ്ട്. നമ്മളറിയാതെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ഈശ്വര വിശ്വാസിയാണ്. 100%. ഫാമിലി? ഞാൻ ഇവിടെ പാലാരിവട്ടത്താണ് താമസിക്കുന്നത്. ഭാര്യയും 2 മക്കളും ഉണ്ട്. പിന്നെ മദർ എൻ്റെ കൂടെയാണുള്ളത്. പിന്നെ എനിക്ക് 2 സഹോദരന്മാരും 4 സഹോദരിമാരുമാണ്. അതിൽ മൂത്ത സഹോദരന് കഴിഞ്ഞ ഡിസംബർ 31-ാം തീയതി ഞങ്ങളെ വിട്ടുപോയി. ബാക്കി എല്ലാവരും ഉണ്ട്. ഇപ്പോൾ മദർ ഇച്ചിരി സുഖമില്ലാത്ത അവസ്ഥയിലാണ്, എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ മിക്ക ദിവസവും എനിക്കിപ്പോൾ കാണാനും ഒക്കെ പറ്റുന്നു. ഒരു പുതുമുഖ സംവിധായകന് ഒരു നടൻ്റെ അരികിലേക്ക് എത്തണമെങ്കിൽ മാനേജർ തന്നെ വിചാരിക്കണോ? അതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. നമ്മൾ മാനേജർ എന്ന് പറയുന്ന ഘടകത്തിന് ഇപ്പോൾ ഒരു പുതുമുഖ സംവിധായകൻ ഒരു സബ്ജക്റ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാനേജറെ കണ്ടാൽ ഇയാളെ കാണാമെന്നുള്ള വിശ്വാസമായിട്ട് നടക്കുമ്പോഴാണ് ഈ വിഷയം. മാനേജർ വിചാരിച്ചാലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസമാണ് പറഞ്ഞത്. പക്ഷെ അല്ലാതെ നമുക്ക് പ്രയത്നം ഇതിൻ്റെ പുറകെ ചിലപ്പോൾ നാളെ ചെന്നതിനെ നാളെ തന്നെ ഇയാളെ കാണാൻ പറ്റണമെന്നില്ല. കുറച്ചാൾ ഇവരുടെ പുറകെ നിൽക്കണം. അപ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ ഈ മാനേജർ തന്നെ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് നാളായിട്ട് ചുറ്റിച്ചിട്ടില്ലേ, ഇന്ന് കാണാം നാളെ കാണാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ കണ്ടു, ഇപ്പം മനോരമ ഓൺലൈനിലൊരു ഡയറക്ടർ ഒരു പറഞ്ഞിരിക്കുന്ന ഒരു ന്യൂസ് ഞാൻ ഈ ഉണ്ണിയുടെ വിഷയമായിട്ട് കണ്ടു. അതിനകത്ത് എന്നെയൊക്കെ വലിച്ച് ഇഴച്ചിട്ടുണ്ട് പുള്ളി. ചിലപ്പോൾ സംഭവിച്ചതായിരിക്കാം, കാര്യം ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. പക്ഷെ പുള്ളി പറഞ്ഞേക്കണേ, ഞാൻ ഉണ്ണി മൂന്നിൻ്റെ അടുത്തൊരു കഥ പറയാൻ വേണ്ടി, എനിക്കൊരു സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രൊഡ്യൂസറുമായിട്ട് ബാദുഷ എന്ന് പറഞ്ഞ ആളെ സമീപിച്ചത്. ഞാൻ കഥ കേൾക്കുകയും എനിക്ക് ഇഷ്ടപ്പെടുകയും ഇത് ഉണ്ണി ചെയ്യാൻ പറ്റിയ സബ്ജക്റ്റാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു. പക്ഷേ അതിന് ശേഷം
ഞാൻ ബിബിനോട് പോയി കഥ പറയാൻ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത്രയും തീർച്ചയായിട്ടും ഡയറക്റ്റ് പറയണ്ടേ ഉണ്ണി മുകുന്ദൻ? ഞാൻ പക്ഷേ അങ്ങനെ ഒരു ഞാനത് ഓർക്കുന്നില്ല, അതാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത്. ഇങ്ങനെ ഒരു ന്യൂസ് ഞാനിപ്പോൾ കണ്ടതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഉണ്ണി മുകുന്ദനെ വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളിയായിരിക്കും ബിബിനോട് പറയാൻ പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും ഞാൻ നേരിട്ട് നിങ്ങൾ പോയി ബിബിനോട് പറയൂ എന്ന് ഞാൻ പറയത്തില്ല. ഞാൻ നേരെ ഉണ്ണിയെ വിളിക്കുള്ളൂ. ഒരു കഥ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഉണ്ണിയെ വിളിക്കുള്ളൂ. ഉണ്ണിയെന്നല്ല, ഏത് ആർട്ടിസ്റ്റും ഒരു സബ്ജക്റ്റ് വന്നല്ലാതെ അവരെ വിളിക്കുള്ളൂ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അവർ പറയുമെങ്കിൽ മാത്രമേ ഞാനൊന്ന് അവരെ കേൾപ്പിക്കാൻ പറയുള്ളൂ. ഈ ഞാൻ കേട്ടൊരു കാര്യമുണ്ട് ബാദുക്കെ പറ്റി, ഒരുപാട് ആളുകളിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നടന്മാരെ. തീർച്ചയായിട്ടും. പക്ഷെ കൊടുത്തതെല്ലാം തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ടോ? തിരിച്ചടിയായിട്ടൊന്നും വന്നിട്ടില്ല. നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. ഇപ്പം ഒരു സംവിധായകനൊരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ സംവിധായകനൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്കൊരു പ്രൊഡ്യൂസർ വേണമെന്ന് നമ്മളെ സമീപിക്കും. ഒരു സബ്ജക്റ്റ് ഇല്ലാതെയൊക്കെ അവർക്കൊരു ആർട്ടിസ്റ്റിനെ കാണണമെങ്കിൽ അവർ നമ്മളെ സമീപിക്കും. നമ്മളത് മാക്സിമം ഇവരിലോട്ട് എത്തിക്കാനേ നമ്മൾ നോക്കുള്ളൂ. പിന്നീട് തിരിച്ചടികൾ പലതും വന്നാൽ, ഇപ്പോൾ പടം ഓക്കെ ആയി കഴിയുമ്പോൾ അവർ ഓക്കെ ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറെ ഞാൻ കൊടുത്തു ഒരു പടത്തിന്. ഒരു ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം പറയാം, വേറെ പടത്തിൻ്റെ പേരോ കാര്യമൊന്നും പറയാം. ഒരു സിനിമയ്ക്ക് പ്രൊഡ്യൂസർ ഇല്ല, നിലവിൽ പ്രൊഡ്യൂസർ ഉണ്ട്. ഇവിടുത്തെ ഒരു നമ്പർ 1 ബാനർ ആ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് എന്തോ അവരുടെ ഇടയിൽ, അവരുടെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ വന്നിട്ട് അവർ ആ സിനിമ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. അപ്പോൾ ഈ ഡയറക്ടർ എനിക്ക് നേരത്തെ അറിയാവുന്ന, ഇതിനു മുമ്പ് ഒരു പടം ചെയ്തേക്കുന്ന ഡയറക്ടർ, പുള്ളി അസിസ്റ്റൻറ്റ് ഡയറക്ടറായപ്പോൾ തൊട്ട് നമ്മളിവിടെ വർക്ക് ചെയ്തേക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു പ്രൊഡ്യൂസർ ഒപ്പിച്ചാൽ, എനിക്ക് നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ഒരു പ്രൊഡ്യൂസറെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ പ്രൊഡ്യൂസറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവർ നാട്ടുകാരാണ്. ഓക്കെ. ഡയറക്ടറും പ്രൊഡ്യൂസറും ഒരു നാട്ടുകാരാണ്. അപ്പോൾ ഞാൻ അവർ ഇത് ആദ്യം പറഞ്ഞ് കഥയൊക്കെ കേട്ടതിന് ശേഷം ഇവർ ബന്ധങ്ങൾ പറയുമ്പോഴാണ് ഒരു നാട്ടുകാരാണ്, ഇവർ ഒരേ സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്, ഇവർ ഒരേ പാർട്ടിയിൽ പ്രവർത്തിച്ച ആൾക്കാരാണ്. അങ്ങനത്തെ ഒരു ബന്ധമൊക്കെ ഇവർ തമ്മിൽ വരുന്നു. എന്നിട്ടും അവർ ഈ ശരിക്കും ആ വന്ന പ്രൊഡ്യൂസർ ഞാനുമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന പ്രൊഡ്യൂസർ. ഓക്കെ. ഞാനടുത്ത ഒരു വലിയ പടം ചെയ്യുന്നുണ്ട്, അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന പ്രൊഡ്യൂസർ. എനിക്ക് ഇവരെ കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇല്ല, അതെ. ഇവൻ്റെ ഈ ഇതിൽ ഇവൻ്റെ ഈ വിഷയത്തിൽ വന്നപ്പോൾ അവരെന്നിട്ടും ഞാനിത് പറഞ്ഞത്, അത് ഒരു പരിചയമൊക്കെ ഉണ്ട്, ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്നോട് പറഞ്ഞത്, ഞാൻ വേണ്ട ബാദുക്കെ, നമ്മൾ ഏതായാലും മറ്റേ സിനിമ പടത്തിന് ഇത്രയും പൈസ ഇറക്കണ്ടല്ലോ, നമുക്ക് ആ സിനിമ ഏതാവും, ഇത് വേണ്ട. അപ്പോൾ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവൻ ഭയങ്കര സങ്കടമായിട്ട് എൻ്റെ അടുത്ത് ഡയറക്ടർ വന്നിട്ട്, എന്നെ സഹായിക്കണം, നിങ്ങൾ വിചാരിച്ചാലേ നടക്കുള്ളൂ, നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവരെ എന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തി തന്ന ഒരു ഫ്രണ്ടുണ്ട്, അവരും സിനിമാ മേഖലയിലുള്ളവരാണ്. അവരും ഞാനും കൂടി പോയി ഇവരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത്, ആദ്യത്തെ സിനിമ നടക്കട്ടെ, നമ്മുടെ സിനിമ നടക്കുന്ന സമയം എടുക്കും, നിങ്ങൾ തൽക്കാലം ഈ സിനിമ ചെയ്യും എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ആ സിനിമ നടത്തി. സിനിമ ഷൂട്ടിംഗ് എല്ലാം തുടങ്ങി, ഷൂട്ടിംഗ് കഴിഞ്ഞു, പിന്നെ വേറെ കാര്യങ്ങളിലോട്ട് പോയി കഴിഞ്ഞു. പിന്നെ നമ്മളെ ഇവർ തഴയും, നമ്മളെ മാറ്റി. നമ്മളായിട്ട് പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഡയറക്ടർക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒന്നുമില്ല. പ്രൊഡ്യൂസറെ ഇടക്കിടക്ക് പ്രൊഡ്യൂസറെ കാണും, നമ്മൾ വിളിക്കും, സിനിമയുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ പോയി. അത് അവർ ആ പ്രൊജക്റ്റും പരിപാടിയെല്ലാം ആയിട്ട് പോയി. നമ്മൾ ആ സിനിമയുടെ ഭാഗമായിട്ട് അപ്പോഴും ഉണ്ട്, എങ്കിലും നമ്മുടെ ഒരു കാര്യം അറിയിക്കാതെ ഇവരെല്ലാ കാര്യവും ചെയ്യുന്നു. പിന്നെ ആ ഡയറക്ടർ ഈ റിലീസ് സമയം ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിലോ ഏതോ ഒരു ഫംഗ്ഷനിലോ വെച്ച് പറയുന്നു, ഞാനും പ്രൊഡ്യൂസറും കൂടി നാട്ടുകാരാണ്, അങ്ങനെ ഞാനൊരു പ്രൊജക്റ്റുമായിട്ട് ചെയ്യുന്നപ്പോൾ പുള്ളി ഏറ്റു. അങ്ങനെയാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്തത്. ആ സിനിമ ഇന്ന് റിലീസായോ? സിനിമ റിലീസൊക്കെ ഹിറ്റാക്കി ആയിപ്പോയി ഇവിടെ. അല്ല, അങ്ങനെയുള്ള അനുഭവങ്ങൾ സിനിമയിലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ ഒന്ന് ഓർക്കാമായിരുന്നു അല്ലേ? അവർക്ക് ഓർക്കാമായിരുന്നു. നമ്മൾ വഴിയാണ് ഇത് ചെയ്തത്, നമുക്ക് വേറെ ഒന്നും വരാനും ഇതൊന്നും പ്രത്യേകിച്ച് നമുക്കൊരു ഫീലിങ്സ് ആയിട്ട് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഒരുപാട് അനുഭവിച്ച ആളാണ്. ഇതൊരു അനുഭവമല്ല, നമ്മൾ 28 വർഷം ആയി ഏകദേശം ഈ ഫീൽഡിൽ. 28 വർഷത്തിനിടയിൽ എല്ലാത്തരം ആൾക്കാരെ കണ്ട് കഴിഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് ഇതൊന്നും എനിക്കൊരു വിഷയമില്ല. ഈ 28 വർഷത്തിൻ്റെ എക്സ്പീരിയൻസിൽ മലയാള സിനിമയ്ക്ക് വന്ന മാറ്റങ്ങൾ എന്തുവാ? നടന്മാർക്ക് വന്ന മാറ്റങ്ങൾ അല്ലല്ല, അത് ഓരോ കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. ഇപ്പം പഴയ ഒരു ജനറേഷൻ്റെ ആ രീതിയിൽ വന്നു, ഇപ്പം ന്യൂ ജനറേഷൻ ഒരു രീതിയിൽ പോകുന്നു. ആ ന്യൂ ജനറേഷൻ മാറി ഇപ്പോൾ പുതിയ തരം ഒരു ജനറേഷനാണ് ഇപ്പോൾ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത്
ആൾക്കാരുടെ ആസ്വാദനം മാറുന്നതനുസരിച്ച്, പ്രേക്ഷകർ മാറുന്നതനുസരിച്ച് സിനിമ മാറിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. ഇത് മാറുമ്പോൾ അതനുസരിച്ച് ക്യാരക്ടേഴ്സും ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇക്ക അഭിനയമോഹമായിട്ട് നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഉണ്ട്. ഇന്ന് ഇൻ്റർവ്യൂ കാണുന്നത് കൊണ്ട്. അപ്പം ഇവരെല്ലാം ഒരുപക്ഷെ ഉള്ള ജോലി കളഞ്ഞിട്ട് സിനിമയ്ക്ക് വേണ്ടി വരും, വർഷങ്ങളോളം കാത്തിരിക്കും, കിട്ടുന്നവർ കാണും, കിട്ടാത്തവർ കാണും. അപ്പോൾ ഇതിൽ ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസറായ നടനായ ഇക്കയ്ക്ക് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്തായിരിക്കും? ഞാൻ എന്നും എപ്പോഴും പറയുന്ന ഉപദേശം, ഞാൻ ഇന്നൊരു രാവിലെ ഒരു ഫംഗ്ഷന് മട്ടാഞ്ചേരിൽ ഒരു കുട്ടികളുടെ ബുക്ക് വിതരണ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതിൽ പങ്കെടുത്തിട്ട് വരുമ്പോഴാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചൊരു പയ്യൻ എന്നെ വന്ന് കണ്ടു. ഞാൻ ഗൾഫിലായിരുന്നു, ഞാൻ ജോലിയെല്ലാം വിട്ടിട്ട് വന്നേക്കുവാണ്, ഞാൻ ഇപ്പോൾ 4-5 വർഷമായി, എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ഒന്ന് ആകണം. ഞാൻ പറഞ്ഞു, നീ എന്തിനാ ജോലി വിട്ടത്? അല്ല ഞാൻ പറഞ്ഞു സിനിമയിൽ എന്തെങ്കിലും ആകണം. ഇപ്പം നീ ഇപ്പം എങ്ങനെയാണ് നിൻ്റെ അവസ്ഥ? ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ്, സിനിമയിൽ കയറിയാലേ രക്ഷപ്പെടും എനിക്ക്. അത് നീ ഒരിക്കലും ചെയ്യരുത്. സ്വന്തമായി നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലി ഒരിക്കലും കളയരുത്. ആ ജോലി നിലനിർത്തിക്കൊണ്ടെങ്ങനെയെങ്കിലും സിനിമ കയറാമെന്നുള്ള മോഹം സാധിച്ചെടുക്കാൻ നോക്കുക. എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമില്ല. സിനിമയിൽ എപ്പോഴും ഒരു സമയവും ഒരു നിലവരയും ഉണ്ട്. അതെപ്പോൾ നന്നാകുന്നു അത് നടന്നു പോകും. പക്ഷെ ഉള്ള തൊഴിൽ കളഞ്ഞിട്ട് സിനിമയിൽ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലുള്ള തൊഴിൽ കളഞ്ഞിട്ട് വന്നിട്ട് ഈ ജോലിക്ക് വേണ്ടി അവൻ്റെ ജീവിതം കളയരുതെന്നുള്ളൊരു ഉപദേശം ഞാൻ എപ്പോഴും കൊടുക്കേണ്ടത് ഇപ്പോഴും കൊടുക്കും. വലിയൊരു ഉപദേശം കേട്ടോ, ഉപദേശത്തിന് ഒരു കൈയടി. ഇക്ക ഇനിയും തർക്കങ്ങൾ നടന്മാർ തമ്മിൽ കാണുമോ? അതെ, തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, ഉറപ്പുള്ള കാര്യമല്ലേ. എന്തോരം തർക്കങ്ങൾ ഇപ്പോഴും നടക്കുന്നു പല നടന്മാരും തമ്മിൽ. അതിൽ ലഹരിയുടെ ഒരു സ്വാധീനം ഉണ്ടോ ഇക്ക? അതൊന്നുമില്ല. ഇല്ല. ലഹരിയുടെ ഒരു വിഷയം ഈ അടുത്ത കാലങ്ങളിലായിട്ട് വന്ന് കയറിയ ഒരു കാര്യമാണ്. അത് മലയാള സിനിമയിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല താനും. മലയാള സിനിമയിൽ ഏറ്റവും കുറച്ച് സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ മലയാള സിനിമയിലെ വാർത്തകളാകുന്നു. മറ്റുള്ള ഭാഷകൾ ഇതിലും കൂടുതലാണ് നടക്കുന്നത്. അവിടെ വാർത്തകൾ വരുന്നില്ല. അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചാൽ ആ വാർത്ത പുറത്തോട്ട് പോരാതിരിക്കാൻ അവിടെയുള്ള ഇൻഡസ്ട്രി ശ്രമിക്കുന്നുണ്ട്. ഈ മാധ്യമങ്ങളെ പറ്റി എന്തോ പറയാനുള്ളത്? മാധ്യമങ്ങൾ എല്ലായിടത്തും ആവശ്യമുള്ളതാണ്. മാധ്യമങ്ങൾ ചില സമയത്ത് കയറ് ഊരിവിട്ട അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാധ്യമങ്ങൾക്ക് ഞാൻ ചോദിച്ചോട്ടെ, മാധ്യമങ്ങൾക്കും ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന ന്യൂസ് എവിടെ നിന്നാണ് വരുന്നത്? അതെ, ഇവിടെ ഏതെങ്കിലും ഒരു ന്യൂസ് ചിലപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കൊണ്ട് അത് മാറും. ഒരു സിനിമാക്കാരൻ്റെ ന്യൂസ് ആണെങ്കിൽ അത് ഇങ്ങനെ ഡെയിലി, ഇന്നിപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഇന്നലെ ഉണ്ണിമൂന്നൻ്റെ വിഷയം രാത്രി ആരംഭിച്ചു കഴിഞ്ഞു, ഇനിയുള്ള ഒരാഴ്ച മൊത്തം ഇതായിരിക്കും. ഉണ്ണിമൂന്നിനും വിപിനുമായിരിക്കും ഇതായിരിക്കും ഇനി അങ്ങോട്ടുള്ള വിഷയം. അതിങ്ങനെ ഓരോ ചർച്ചകൾ, ഓരോ കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സിനിമാ കാര്യങ്ങൾ മാത്രമേ മാധ്യമങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൂ. ഇവിടെ പൊളിറ്റിക്കലി എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിൻ്റെ പുറകെ മാധ്യമം പോകണമെന്നുള്ളൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഇക്ക കാണുന്ന പ്രേക്ഷകരോട് എന്തോ ഈ നിമിഷം പറയാനുള്ളത്? കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇപ്പം നമ്മളിവിടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഈ സിനിമയിൽ മാത്രമല്ല വിഷയങ്ങൾ എല്ലാ മേഖലയിലുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സിനിമ മാത്രം ശ്രദ്ധിക്കാതെ പ്രശ്നങ്ങൾ നടക്കുന്ന എല്ലാ മേഖലകളും കൂടി ശ്രദ്ധിക്കണമെന്നൊരു അഭ്യർത്ഥന. ഇക്ക ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പം തുടർന്നുള്ള ജീവിതത്തിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.